വിശ്വാസസാഗരത്തിൽ ഉലഞ്ഞു നീങ്ങി കുറുവിലങ്ങാട് പള്ളിയിലെ പായ്ക്കപ്പൽ. കുറുവിലങ്ങാട് പള്ളിയിലെ 3 നോമ്പ് തിരുനാളിന്റെ ഭാഗമായി നടന്ന കപ്പൽ പ്രദക്ഷിണത്തിൽ വിശ്വാസ സഹസ്രങ്ങൾ പങ്കാളികളായി. യോനാ പ്രവാചകന്റെ നിനവേ യാത്രയെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു കപ്പൽ പ്രദക്ഷിണം. ഒത്തുനിൽക്കുന്ന കടപ്പൂർ നിവാസികളുടെ കരങ്ങളിലേറി കപ്പൽ കുറുവിലങ്ങാട് മുത്തിയമ്മയോടുള്ള വിശ്വാസത്തിന്റെ പ്രഘോഷണവും യോനാ പ്രവാചകന്റെ നിനവേ യാത്രയുടെ അനുസ്മരണവുമായി കുറുവിലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മാർത്ത മറിയം ആർച്ച് ഡീക്കൻ ദേവാലയത്തിലെ കപ്പൽ പ്രദക്ഷിണം. കടൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന കടപ്പൂർ നിവാസികൾ ഒരിക്കൽ കപ്പൽ യാത്രയിൽ പുറം കടലിൽ കാറ്റിലും കോളിലും പെട്ടു. അവർ കുറുവിലങ്ങാട് മുത്തിയമ്മയോട് പ്രാർത്ഥിക്കുകയും പള്ളിയിലെ പ്രദക്ഷിണത്തിനായി കപ്പൽ നിർമ്മിച്ചു നൽകാമെന്ന് നേർച്ചയും നേർന്നു. കപ്പൽ യാത്രക്കാരനായ യോനാ പ്രവാചകനോടും പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവർ സുരക്ഷിതമായി കരയിലെത്തിയെന്നാണ് വിശ്വാസം. ആദ്യ നൂറ്റാണ്ടിൽ തുടങ്ങുന്ന ക്രൈസ്തവ പാരമ്പര്യം പേറുന്ന കുറുവിലങ്ങാട്ട് കപ്പൽ പ്രദക്ഷിണം എന്നു തുടങ്ങിയെന്ന് സംബന്ധിച്ച് ചരിത്രരേഖകളില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കപ്പലോട്ടം നിലനിന്നിരുന്നതായി പൂർവികർ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പെങ്ങോ കടലായിരുന്ന കടപ്പൂർ നിവാസികളുടെ പൂർവികർ കടൽയാത്ര നടത്തിയ സമയത്ത് കടൽക്ഷോഭം ഉണ്ടാകുകയും അവർ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം സംജാതമാകുകയും ചെയ്ത സമയത്ത് കപ്പലിൻ്റെ ഒരു രൂപം കുറുവിലങ്ങാട്ട് പള്ളിക്ക് സമ്മാനിക്കുകയും തിരുനാളിൽ കപ്പൽ സമ്മതിക്കാമെന്ന് ദൈവത്തിന് വാക്കുകൊടുക്കുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയാണ് 3 നോമ്പ് തിരുനാളിൽ കടപ്പൂർ നിവാസികളെത്തി കപ്പൽ സമ്മതിക്കുന്നത്. യോനാ പ്രവാചകന്റെ നിനവേ യാത്രയെ അനുസ്മരിച്ച് തിരകളിൽ ആടിയുലയുന്ന കപ്പലാണ് പ്രദക്ഷിണത്തിൽ കാണാനാവുക. കപ്പലിൽ നിന്നും യോനായെ കടലിലെറിയുന്നതോടെ തിര അടങ്ങി കപ്പൽ സുഗമമായി നീങ്ങുന്നു. കപ്പൽ വഹിക്കാനുള്ള അവകാശം കടപ്പൂര് കരക്കാർക്കാണ്. പ്രദക്ഷിണത്തിൽ ആനയെ പങ്കെടുപ്പിക്കുന്ന അപൂർവം പള്ളികളിലൊന്നുമാണ് കുറുവിലങ്ങാട് പള്ളി. എല്ലാ വർഷത്തെയും പോലെ വിശ്വാസ സഹസ്രങ്ങളാണ് ഇത്തവണയും 3 നോമ്പ് തിരുനാളിലും കപ്പൽ പ്രദക്ഷിണത്തിലും പങ്കെടുക്കാനായി എത്തിച്ചേർന്നത്. അമൃത ന്യൂസ്, കോട്ടയം.